ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം 8. അപരിച്ഛിന്ന സച്ചിദാനന്ദ പരിപൂർണരെ സാദരം വന്ദേ മാതരം. വൈദിക സാഹിത്യത്തിൽ പിൽക്കാല എല്ലാ കലകൾക്കും സാഹിത്യത്തിനും മറ്റും അവിടെയായിട്ട് കാണുന്ന ബീജസമ്പത്തുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് മനനം ചെയ്യാം. മാക്സ് മുള്ളർ വേദത്തെ ആര്യ മനുജൻ്റെ ആദ്യ ഭാഷണം എന്ന് നിർവചിച്ചിട്ടുണ്ട്. വേദസാഹിത്യത്തിലെ പല ബീജസൂചനകളും പിന്നീട് പരിപൂർണമായ ദാർശനിക സിദ്ധാന്തങ്ങളും സാഹിത്യ പ്രവാഹങ്ങളുമായി വികസിച്ചിരുന്നു. ബൃഹദാരണ്യകത്തിൽ ആത്മസിദ്ധിയെ പ്രണയിനിയുടെ ആശ്ലേഷണത്തിലുണ്ടാകുന്ന ആനന്ദത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. വൈഷ്ണവ ഗീതങ്ങളുടെ ബീജാശയവും വേദത്തിൽ നിന്നാണ്. പിന്നീടുണ്ടായ വൈഷ്ണവ ഗീതങ്ങളിൽ ബീജാശയവും സ്പഷ്ടമായി വേദത്തിൽ വളർന്നു വന്നത് കാണാൻ കഴിയുന്നുണ്ട്. തടിനികളോടുകൂടി വിഹരിക്കുന്ന സോമനെ കാമിനികളോടുകൂടി കേളിയാടുന്ന യുവാവായി ഉപമിച്ചിരിക്കുന്നു. ഇതാണ് പിൽക്കാലത്ത് ശ്രീകൃഷ്ണൻ്റെയും ഗോപസ്ത്രീകളുടെയും സുന്ദര കഥയുടെ മൂലാശയം, മാതൃക. അനന്തരകാലത്തിലെ ഭക്തിമയ സമ്പ്രദായത്തിൽ, ഭക്തിസാന്ദ്രമായ സമ്പ്രദായത്തിലുള്ള നേരിയ ഭാവവ്യത്യാസങ്ങൾ പോലും വേദസാഹിത്യത്തിൽ ആദ്യമേ നിഴലിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിലെ വാത്സല്യഭക്തിയുടെ ബീജവും വേദത്തിലാണ് കാണുന്നത്. ദേവതാ സ്തോത്രങ്ങൾ ഉയർന്നു ചെന്ന് ഉദ്ദിഷ്ടദേവനെ അമ്മ കുഞ്ഞിനെ എന്ന പോലെ ആശ്ലേഷിക്കുന്നു. ഹിന്ദി സാഹിത്യത്തിൽ സൂർദാസ്, മീരാബായി, മലയാള ഭാഷയിൽ പൂന്താനം മുതലായ ഭക്തശിരോമണികളുടെ കോമളവും ഹൃദയഹാരിയുമായ കവിതകൾക്ക് പ്രചോദനം കിട്ടിയിരിക്കുന്നതും വൈദിക സാഹിത്യത്തിൽ നിന്നാണ്. അതിൻ്റെ വിത്ത്, അതിൻ്റെ ബീജം. ഉപനിഷത്തുകളുടെ ശ്രേഷ്ഠത അവ ബുദ്ധിപരമായ വിശകലനം ചെയ്യുമ്പോഴും വേദങ്ങളുടെ കാവ്യാത്മക സമീപനവും കലാത്മക ബോധവും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ആ വസ്തുത സത്യമാണ്. മരണശേഷം മനുഷ്യനുണ്ടോ ഇല്ലയോ എന്നതാണ് യമനോട് നചികേതസ് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം. ദേവന്മാർക്ക് പോലെ ഇതിൽ സംശയമുണ്ടായിട്ടുണ്ട്. ഇത് വിഷമം പിടിച്ച പ്രശ്നമാണ്, ചോദ്യമാണ്. മറ്റേതെങ്കിലും വരം വരിച്ചുകൊള്ളാൻ യമധർമ്മൻ നചികേതസിനോട് നിർദ്ദേശിച്ചു. ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ കുട്ടി കൂട്ടാക്കുന്നില്ല.
കഥയുടെ ഈ ഭാഗം ജ്ഞാനത്തിന് പകരം സമ്പത്തുകൾ സ്വീകരിക്കാൻ നചികേതസിനെ മോഹിപ്പിക്കുന്നത് ബുദ്ധനെ മാരൻ അഥവാ കാമൻ മോഹിപ്പിക്കുന്ന കഥയുടെ മാതൃകയായി തീർന്നിരിക്കാം. അനന്തരകാലത്തിലെ ഇതിഹാസ കഥകളുടെ ബീജങ്ങൾ ശുഭാവസരങ്ങളിൽ ചൊല്ലാറുണ്ടായിരുന്നു. നരാശംസകളിലും ദാന സ്തുതികളിലും അത് കാണാൻ കഴിയുന്നു. പുരസ്കർത്താക്കളുടെ ഗുണങ്ങളും വംശമഹിമയും ഇത്തരം കവനങ്ങൾ കീർത്തിച്ചിരുന്നു. നരാശംസയുടെ ഒരു മാതൃകയാണിത്. സാമ്രാജ്യം കീർത്തിയോടെ അങ്ങയിലേക്ക് ആകൃഷ്ടമായിട്ടുണ്ട്. ഉണരുക. ഗോത്രാധിപനെ പോലെ മുന്നണിയിൽ നയിക്കുക. ഛത്രാധിപതിയെപ്പോലെ വളരുക. ആ സമുദ്ര തീരം വരെ, ആ സേതു ഹിമാചലം വരെ രാഷ്ട്രത്തെ പരിപാലിക്കുക. സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. മഹാവീരനായി ഭവിക്കുക എന്നെല്ലാം ആശംസാപൂർവം പ്രതിഷ്ഠിത വ്യക്തികളെ, ഭരണാധികാരികളെ, ഗോത്രത്തലവന്മാരെ വാഴ്ത്തുന്നതായിട്ട് വൈദിക സംസ്കൃതി നമുക്ക് കാണാൻ കഴിയുന്നു. ദാനസ്തുതികൾ ഋഗ്വേദത്തിലെ 8-ാം മണ്ഡലത്തിലെ ബാലഖില്യ ഗീതങ്ങളിൽ ഉൾപ്പെടുന്നു. കിട്ടിയ ദാനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതാണ് പ്രധാന ഉദ്ദേശമെങ്കിലും ഈ സ്തുതിഗീതങ്ങൾ സംഗതിവശാൽ വംശചരിത്രങ്ങളും തരുന്നുണ്ട്. വീരകഥകൾ നിറഞ്ഞ് ധന്യമായ വംശാവലി ചരിത്രങ്ങൾ പിന്നീടുണ്ടായിട്ടുള്ള ഇതിഹാസങ്ങളുടെ സുസ്പഷ്ട ലക്ഷണങ്ങളായി തീരുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പഴയ ചില കഥകൾ വേദസാഹിത്യത്തിൽ കാണാൻ കഴിയുന്നു. ഒരു മഹാപ്രളയം ഭൂമിയെ മുഴുവൻ ജലമഗ്നമാക്കും. ഒരു ദമ്പതി ഭാര്യാഭർത്താക്കന്മാരെ ഒഴിച്ച് മറ്റെല്ലാ മനുഷ്യരാശികളെയും ബാധിക്കുകയും ചെയ്യും. ക്രൈസ്തവരുടെ പഴയ വേദപുസ്തകത്തിൽ കാണുന്നു ഈ കഥ. അതിനു മുമ്പുള്ള മെസപ്പൊട്ടോമിയ ഗീതങ്ങളിലും ഇതേമാതിരി ഗാനം കാണുന്നു. സെമിറ്റിക് നോവയുടെയും മെസപ്പൊട്ടോമിയൻ ഉഷ്ണാട്ടിക്കിൻ്റെയും ഭാരതീയ മാതൃകയാണ് മനു. ആ കഥ ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാപ്രളയത്തിൻ്റെ മൂലപ്രമേയം ഒന്ന് തന്നെയാണ്. എന്നാൽ ദേശകാലം അനുസരിച്ച് അതിൻ്റെ വിശദ വിവരങ്ങൾ ഭിന്നങ്ങളാണ്. ഒരു സുപ്രഭാതം മനു
മുഖക്ഷാളനം ചെയ്യാൻ കൈക്കുമ്പിളിലെടുത്ത വെള്ളത്തിൽ ഒരു കുഞ്ഞു മത്സ്യം മനുവിനോട് മഹാപ്രളയം ഭവിഷ്യവാണിയായിട്ട് അറിയിക്കുന്നു, ഉണ്ടാകും, രക്ഷപ്പെടൂ എന്ന് നിർദ്ദേശിക്കുന്നു. മനുവിന് ഒരു നൗകയിൽ കയറി ഹിമഗിരിയിൽ എത്താൻ കഴിഞ്ഞു. ശ്രദ്ധയുമായി പരിചയപ്പെട്ടു, അഥവാ കാമായിനിയുമായിട്ട്. സാരസ്വത പ്രദേശത്തുള്ള കുമാരി. അവർ വിവാഹിതരായി. മാനവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുത്രനും ഉണ്ടായി. പിൽക്കാലത്ത് ഇട എന്ന ദേവകന്യകയുമായി മാനവൻ കുടുംബം പുലർത്തി. അവരിൽ നിന്നും മനുഷ്യ പരമ്പര വികസിച്ചു. ശതപഥ ബ്രാഹ്മണ ഗ്രന്ഥത്തിൽ ഈ കഥ കാണുന്നു. ജയശങ്കർ പ്രസാദിൻ്റെ മഹാകവി ജയശങ്കർ പ്രസാദിൻ്റെ കാമായിനി എന്നുള്ള കാവ്യം ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ മഹാകാവ്യം ഛായാവാദത്തെ രചിച്ചിരിക്കുന്നത്. മറ്റൊരു കഥയും കാണുന്നു. മനു ഒരു യജ്ഞം നടത്തി. ഹോമാഗ്നിയിൽ നിന്നും ഒരു സുന്ദരിയായ യുവതി ഉയർന്നു വന്നു. അവർ പരിണയിക്കുന്നു. അവരുടെ സന്തതികളാണ് മനുജന്മാർ എന്ന്. പിന്നീടുണ്ടായ ഇതിഹാസത്തിൻ്റെ ബീജവും വൈദിക സാഹിത്യത്തിൽ കാണുന്നു. വേദങ്ങളിൽ അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള മത്സരങ്ങൾ ഋഗ്വേദത്തെ നിഴലിച്ച് കാണുന്നു. വിശ്വാമിത്രനോട് ഒരു ശൈവാലിനി പറയുന്നു, ഞാൻ അങ്ങയുടെ മനോരഥത്തിന് വഴങ്ങുന്നു. ഒരു താരുണ്യം നിറഞ്ഞ തരുണിയെ പോലെ ഒരു കന്യക കാമുകനിൽ എന്നതുപോലെ ഞാൻ അങ്ങയിൽ പ്രസന്നയായിരിക്കുന്നു. അപ്സരസായ ഉർവശിയും പുരൂരവസും തമ്മിലുള്ള വിശദമായ പ്രേമകഥയും ഋഗ്വേദത്തിൽ ബീജരൂപത്തിൽ കാണുന്നു. ദേവന്മാർ രാത്രിയെ സൃഷ്ടിച്ചു. നിശയുടെ ശീതള സാന്ത്വനവും കാലത്തിൻ്റെ നിരന്തര സ്പന്ദനവും മനുഷ്യരാശിയുടെ വ്യഥകളെ മറപ്പിക്കുന്നു. ചില കഥകൾക്ക് പഴങ്കഥകളുടെ സരളമായ ഹാസ്യവും ഉണ്ട്. ആ ഹാസ്യത്തിലൊരു ഗുണപാഠവും കാണാൻ കഴിയും. ദേവാസുരന്മാരുടെ ജന്മശത്രുതയുടെ പശ്ചാത്തലം. കണ്വൻ ഒരസുരപുത്രിയെ വിവാഹം കഴിച്ചു. അവളിൽ 2 പുത്രന്മാരും ഉണ്ടായി. ഒരു ദിവസം ഏതോ കാരണം കൊണ്ട് അവർ കലഹിച്ചു. പിതൃഗൃഹത്തിലേക്ക് പോകുന്നു. കണ്ണൻ അവളെ തിരികെ കൊണ്ടുവരാൻ അവിടെ എത്തി. അസുരന്മാർ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. അവർ അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇറുക്കി കെട്ടി. നേരം പുലരുന്നത് എപ്പോഴാണെന്ന് പ്രഖ്യാപിക്കാൻ പറയുകയും ചെയ്തു. അസുരന്മാർക്ക് അഗോചരമായി അശ്വിനികൾ കണ്ണൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവിടെ എത്തുന്നു, മനസ്സുകൊണ്ടറിഞ്ഞിട്ട്.
നേരം വെളുക്കുമ്പോൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ ഭേരിയടിച്ച് പറക്കുന്നതാണെന്നും പറഞ്ഞു. അസുരന്മാർ രാത്രി പലവുരു എഴുന്നേറ്റു, നേരം പുലർന്നു എന്ന് ബഹളം കൂട്ടുന്നു. പക്ഷെ കണ്വൻ കബളിക്കപ്പെട്ടില്ല. അദ്ദേഹം പരീക്ഷയിൽ വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ അപാര ദിവ്യശക്തിയെ സംതൃപ്തരായ അസുരന്മാർ അദ്ദേഹത്തിന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ അനുമതി നൽകുകയും ചെയ്തു. മറ്റൊരു ദൃഷ്ടാന്ത കഥയുണ്ട്. ശാരീരിക ശക്തികൾ തങ്ങളിൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് വാദത്തിൽ കലഹിക്കുന്നു. പ്രജാപതി പറയുന്നു, ഏത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നുവോ ആ ശക്തിക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന്. നേത്രവും ശ്രോത്രവും രസനയും മാറി നിൽക്കുന്നു. അവർ വീണ്ടും വന്നപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എങ്കിലും തങ്ങളുടെ അഭാവം സ്തംഭനാവസ്ഥ ഉളവാക്കിയില്ലെന്ന് കണ്ടു. പക്ഷേ ശ്വാസം ഒന്ന് മാറിപ്പോയപ്പോൾ മറ്റെല്ലാ അവയവങ്ങളും നിർജീവങ്ങളാകാൻ തുടങ്ങി. ഉടനെ അവർ ശ്വാസത്തെ സർവപ്രധാനമായി അംഗീകരിച്ചു. അതിനോട് പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മഭാവങ്ങളെ ഉന്നത വർഗത്തിലെ ബുദ്ധിജീവികൾ ജാതി മുറകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പഴങ്കഥകളുടെ പാരമ്പര്യം എന്നും സമത്വത്തിന് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്. സ്വസ്തി ശുഭം.